ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്, നിങ്ങൾക്ക് അബീമിസ് എന്ന് വിളിക്കാം. സോ എപ്പോഴും നമ്മളിതാ ഇംഗ്ലീഷ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. അതായത് നമുക്ക് മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, 1 2 3 4 5 6 ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. അതിൽ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. മിച്ചമുള്ള 2 മുതൽ 6 ആക്ടിവിറ്റീസിൽ ഇഷ്ടമുള്ള 4 എണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അതിൽ നമുക്ക് പ്രോപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, എഴുതാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും 4 ആക്ടിവിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഇത്തിരി പാടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കി 4 എണ്ണം നമ്മൾക്ക് സെലക്ട് ചെയ്താൽ മതി, ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ബാക്കിയുള്ള 2 മുതൽ 6 ആക്ടിവിറ്റിയിൽ ഇഷ്ടമുള്ള 4 എണ്ണം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് വരാൻ പോകുന്നത്? കമ്പൽസറി ആണെന്ന് പറഞ്ഞു, ബാക്കിയുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് കമ്പൽസറി ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് മിസ് ഇപ്പോഴേ പറഞ്ഞുതരാം, പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരു പാസേജ് തരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറി തരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പോം തരും. സോ നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടല്ലേ. ഈ കൂൾ ഓഫ് ടൈമിൽ നമുക്ക് വൃത്തിയായിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പുറത്തു നിന്നുള്ളതായിരിക്കും. അത് നമുക്ക് വായിക്കാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് 5 മാർക്കിന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഈ ഒരു പാസേജ് കൃത്യമായിട്ട് വായിച്ചാൽ അല്ലെങ്കിൽ പോം കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആൻസർ വാങ്ങാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്, കമ്പൽസറി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിച്ച് മനസ്സിലാക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ആൻസേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയാലാണ് നമുക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഈ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ഫുൾ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. പിന്നീടുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മളോട് തോട്ട്സ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ഡയറി, ഏതെങ്കിലും ചാപ്റ്റേഴ്സിലെ ക്യാരക്ടേഴ്സിന്റെ ഡയറി, 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ, ഇനി എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇനി ലെറ്റർ എഴുതാനായിട്ട് ഫോർമൽ ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് നമ്മളോട് ചോദിക്കാം. ഏതെങ്കിലും പിക്ചർ തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. അതായത് ഒരു പാസേജ് തരാം, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും തെറ്റായിട്ടുള്ള വേർഡ്സ്, അത് കറക്റ്റ് ആക്കി എഡിറ്റ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടാവുക. സോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്ത് ചെയ്യുക, അതനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.